ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായും പയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പച്ചക്കായ നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നേന്ത്രക്കായ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം ഈ കായ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞെടുക്കുന്ന കായ കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുള്ള ഈ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുക. കായ ചെത്തുമ്പോൾ ഇതുപോലെ ഈ ഭാഗങ്ങൾ ഒന്ന് ഇതുപോലെ ചെത്തിയതിന് ശേഷം കായ 4ആക്കി മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ കായ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായരൊപ്പം ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉണക്കപ്പയർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഉണക്കപ്പയറാണ്. ഏകദേശം 1.5 കപ്പ് ഉണക്കപ്പയറാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഉണക്കപ്പയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. എന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഈ കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രക്കായും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ കായെല്ലാതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം ഉണക്കപ്പയറിനൊപ്പം പയർ കിടക്കണതിൻ്റെ ഒപ്പത്തിനാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് എല്ലാവരുടെയും ഒരുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെന്ത് വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം കേട്ടോ. ഇപ്പോൾ കായും പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കാച്ചാനായിട്ട് നോക്കാം. അപ്പോൾ കാച്ചാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുക് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഉള്ളി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ കുത്തിപ്പൊടിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടി മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായും പയറില്ലേ, അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ചോറിന് ഇങ്ങനത്തെ ഒരു മെഴുക്കുവരട്ടി മാത്രം മതി. ഒറ്റ പാത്രം ചോറിനും അത്രയും ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്ന വരെ നന്ദി, നമസ്കാരം.